ഹലോ ഡിയേഴ്സ്. കേതിൻ്റെ ഏതൻ തോട്ടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ ഒരു വലിയ ആഘോഷത്തിൻ്റെ കഥയാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലായിടത്തും തിരുവോണവും ഓണാഘോഷവും ഒക്കെ തീർന്നു. എന്നാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ഓണാട്ടുകരക്കാർക്ക് മാത്രം ഓണത്തിൻ്റെ ആഘോഷം അവസാനിക്കാൻ ഇനിയും സമയമുണ്ട്. കന്നിയിലെ തിരുവോണം വരെയാണ് ഓണത്തിൻ്റെ ആഘോഷം ഞങ്ങൾക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതാണ് 28ാം ഓണം. കന്നിമാസത്തിലെ തിരുവോണ നാളായ 28ാം ഓണത്തിനാണ് ഞങ്ങൾക്ക് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളകെട്ട് ഉത്സവം നടക്കുന്നത്. ഓണാട്ടുകരയിലെ 52 കരകളും ചേർന്ന് ഒറ്റ കരയായിട്ട് ആഘോഷിക്കുന്ന ഉത്സവമാണ് 28ാം ഓണം. ഒക്ടോബർ 3-നാണ് ഇത്തവണ 28ാം ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കണ്ണിലും മനസ്സിലും നിറഞ്ഞു നിൽക്കാനായി കൈവെള്ളയിലും അരിമണിയിലും എഴുന്നള്ളിക്കുന്ന ചെറു കാളകൾ മുതൽ 72 അടി ഉയരമുള്ള കൂറ്റൻ കെട്ടുകൾ വരെ ഓച്ചിറയുടെ മണ്ണിൽ എത്തിച്ചേരും. കാളകെട്ടിൽ തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട്. അതായത് ആദ്യം കാളമൂട്ടിൽ കെട്ടുകാരുടെ നിർമ്മാണത്തിനുള്ള പന്തൽ നാട്ടും. അത് കർക്കിടക മാസത്തിലേ തുടങ്ങി വെക്കുന്നതാണ്. പിന്നീട് ചട്ടം കൂട്ടൽ, കോൽക്കെട്ട്, കച്ചിക്കെട്ട്, വൈക്കോൽ കെട്ടുകാളയുടെ ഉടുപ്പ് നിർമ്മാണം, ചാക്ക് പൊതിയൽ, തുണി പൊതിയൽ, പട്ടുടുപ്പിക്കൽ, ശിരസുറപ്പിക്കൽ, കുടമണിമാല അണിയിക്കൽ, വർണ്ണക്കടലാസിൽ നിർമ്മിച്ച വിവിധ അലങ്കാരങ്ങൾ അണിയിക്കൽ, നെറ്റിപ്പട്ടവും ജീവിതയും ആലവട്ടവും വെൺമണി ചാമരങ്ങളും മുത്തുകുടകളും അണിയിക്കൽ, നിറപറ സമർപ്പണം, മാല ചേർത്തൽ, അങ്ങനെ എത്തിച്ചേരുന്നു നമ്മുടെ ഘട്ടങ്ങൾ ഓരോന്നായിട്ട്. അതിൻ്റെ ഒരു പ്രധാന ഘട്ടമായ നന്ദികേശ ശിരസ്സുറപ്പിക്കലിന് മുന്നോടിയായിട്ട് നന്ദികേശ ശിരസ്സുമായി ഗ്രാമത്തെ വലം വെക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്.
താലപ്പൊലിയോടും വാദ്യമേളങ്ങളോടും കൂടി നന്ദികേശ സരസ് കാളമുട്ടിൽ എത്തിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇത്രയും കാലാവസ്ഥ പ്രതികൂലമായി നിന്നിട്ടും ആളുകൾ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടും കൂടാതെയാണ് ഇതിനൊപ്പം നിൽക്കുന്നത്. അപ്പം വരും വീഡിയോകളിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കരുത്.